ആഹാരത്തിൽ കള്ളം കാണിച്ച പണി കിട്ടും. ഇവിടെയാണ് ബീഫ് ഇത്രയും വലിപ്പത്തിൽ കിട്ടണം. കടയിൽ നിന്ന് 2 ദോശയും സാമ്പാറും കഴിച്ചിട്ട് ഒരാൾ ചിരിച്ചും കൊണ്ടാണ് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. പൈസ എല്ലാം വലുത്. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു ദിവസം തന്നെ 300-ൽ പരം ബിരിയാണികൾ പോകുന്ന ഒരു കടയിൽ നിന്ന് ബിരിയാണി കഴിക്കാനാണ് പോകുന്നത്. ഒരു ദിവസം തന്നെ 300-ൽ പരം ബിരിയാണികൾ പോകുന്നു പറയുമ്പോൾ നമുക്ക് ഒന്ന് ഊഹിക്കാലോ അവിടെ ബിരിയാണിക്ക് എന്തായിരിക്കും ടേസ്റ്റ് എന്ന്. അപ്പൊ അതെന്തായിരുന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, കപ്പ ബിരിയാണി, മട്ടൻ ബിരിയാണി തുടങ്ങിയ ബിരിയാണികളെല്ലാം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഊണ്, പൊറോട്ട, ചിക്കൻ അങ്ങനെയുള്ള ഡിഷസും ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണേലും മെയിൻ ആയിട്ട് ബിരിയാണി ട്രൈ ചെയ്യാനാണ് പോകുന്നത്. ഈ ബിരിയാണി കടയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ കടയുടെ പേര് ടേസ്റ്റി ഫുഡ് എന്നാണ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ് ഈ ഒരു റെസ്റ്റോറന്റ് ഉള്ളത്. ബാലരാമപുരം വഴി പോയതുകൊണ്ടാണ് ഞങ്ങൾ റെയിൽവേ ക്രോസ് ഒക്കെ കഴിഞ്ഞിട്ട് പോവേണ്ടി വന്നത്. റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ടേസ്റ്റി ഫുഡ് എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ഉള്ളത്. 20 വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമുള്ള ഒരു റെസ്റ്റോറന്റ് ആണിത്. പക്ഷെ ഈ ഒരു പുതിയ ഷോറൂമിലോട്ട് വന്നിട്ട് 3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഒരുവിധം ആൾക്കാരൊക്കെ കുറഞ്ഞ സമയത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ ഉള്ളതിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കപ്പ ബിരിയാണിയാണ് കേട്ടോ ഇത്. സാധാരണ കപ്പ ബിരിയാണി കാണുമ്പോൾ കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. കപ്പയും ആ മീറ്റും എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട്. പക്ഷെ അധികം കുഴഞ്ഞിട്ടുമില്ല. നിറയെ ക്യാരറ്റ്, കുക്കുംബർ, സവാളയൊക്കെ ഇട്ടിട്ടാണ് അവർ ആ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറി, ബീഫിന്റെ പലതരം ഐറ്റംസ്, മട്ടൻ കറി, മട്ടന്റെ അങ്ങനെ പല വെറൈറ്റീസ് കൂടി കഴിക്കാനായിട്ട് നല്ല പോലത്തെ ഇടിയപ്പം, അപ്പം, പത്തിരി, പൊറോട്ട, ദോശ അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കൈമാറോ സരിയില് വിറകടുപ്പില് ദം ചെയ്തെടുത്ത ബിരിയാണിയാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ഇതിൽ തന്നെ ചിക്കന്റെയും മട്ടന്റെയും ബീഫിന്റെയും ബിരിയാണി ഇവിടെ കിട്ടുന്നുണ്ട്. നല്ല ചൂട് ബിരിയാണി ചെമ്പ് പൊട്ടിക്കുമ്പോൾ വരുന്ന മണം ഉണ്ടല്ലോ, ആ പൈനാപ്പിളൊക്കെ മീതെ വിതറിയിട്ട് കാഷ്യൂനട്ട്, കിസ്മിസ് എല്ലാം കൂടി ചേർന്നിട്ട് വരുന്നൊരു മണമില്ലേ, അതൊരു പ്രത്യേകതരം മണമാണ് കേട്ടോ. പിന്നെ ഓതന്റിക് സ്റ്റൈലില് അവർ ബിരിയാണി സെർവ് ചെയ്യുമ്പോഴത്തേക്കും അതിനും ഒരു പ്രത്യേക രീതിയാണ്. ദം ചെയ്ത മീറ്റ് എല്ലാം സെപ്പറേറ്റ് ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചതിന് ശേഷം അതിലുള്ള ഗ്രേവിയും ബാക്കി റൈസും ഒക്കെ ആയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് എടുക്കുന്ന ഒരു പ്രോപ്പർ ദം ബിരിയാണി സ്റ്റൈലാണ് ഇവിടെ ഉള്ളത്. ഇത് വിളമ്പുന്നതിന് ഒരു പ്രത്യേക രീതിയാണ്. പീസ് എടുത്ത് വെച്ചതിന് ശേഷം ഗ്രേവി ഉള്ള റൈസ് എടുത്ത് വെച്ചു, അതിനുശേഷം ഗ്രേവി ഇല്ലാത്ത റൈസ് എടുത്ത് വെച്ചു, അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വിളമ്പുന്നത്. ഇങ്ങനെ ഇവിടെ നിന്ന് 300-ൽ കൂടുതൽ ബിരിയാണിയാണ് ഒരു ദിവസം പോകുന്നത്. ദൂരെ നിന്ന് ഈ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട് കേട്ടോ. ഒരു ദിവസം തന്നെ 4-5 തവണയൊക്കെ ആയിട്ടാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മളെ ബിരിയാണി വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ 4 ഐറ്റം ബിരിയാണീസ് ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാം കൂടി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ബിരിയാണി ട്രൈ ചെയ്യാം. അതിനെ മട്ടൻ ബിരിയാണി കഴിച്ചു നോക്കാം. നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇത് മട്ടനാണ്. ഇത് മട്ടന്റെ പീസാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ പീസായിട്ടാണ് ഇവർ വെട്ടിയിട്ടേക്കുന്നത്. അതുകൊണ്ട് നല്ല ഗ്രേവി ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കേശിനൊട്ടൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതിലിങ്ങനെ നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ കോമ്പിനേഷൻ സാലഡ്,
പപ്പടം അതൊക്കെ വേണമല്ലോ. അതും കൂടെ കൂടി ഒന്ന് പിടിച്ചു നോക്കാം. നല്ല സ്പൈസസും നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ചേർത്തിട്ട് നല്ല ചൂടോടെ കിട്ടുന്ന ബിരിയാണി ഇങ്ങനെ ഉച്ച സമയത്ത് കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇതിൽ മട്ടൺ നന്നായിട്ട് വെന്തിട്ട് അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് ആ റൈസിൽ ഇറങ്ങിയിട്ട് ആ റൈസിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. ആ റൈസ് മാത്രം വെച്ചിട്ട് കഴിക്കാനും പറ്റുമായിരുന്നു. നമുക്ക് ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാം. ഞാനത് മൊത്തം കഴിച്ചിട്ടില്ല, കാരണം എന്താ വെച്ചാൽ രണ്ടും ട്രൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അത് കുറച്ച് കഴിച്ചു. ഇനി നമുക്ക് ചിക്കൻ ബിരിയാണി കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാവേ. ഇതില് ചിക്കൻ പീസൊക്കെ നല്ല വലിയ ചിക്കൻ പീസാണ്. പാലാണ് കേട്ടോ, ഇത് ലെഗ് പീസാണ് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം നല്ല വലിയ ചിക്കൻ പീസാണ്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. മട്ടൻ ബിരിയാണിയിലും ചിക്കൻ ബിരിയാണിയിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ മീറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നോർമലായിട്ട് നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ റൈസും ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്താൽ കഴിച്ചത് ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഒക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് കൂടുതലും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് മട്ടൻ ബിരിയാണിയാണ്. കാരണം അതിൻ്റെ മീറ്റിൽ നിന്നുള്ള ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയ ആ റൈസ് ഉണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ, അത്രയും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കപ്പ ബിരിയാണിയാണ്. അത് ഞങ്ങൾക്ക് വയറിലൊട്ടും സ്ഥലമില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്യാത്തത്. പക്ഷേ അതിൽ ഒരുപാട് വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ ഇടയായിട്ട് എല്ലാവരും വന്ന് കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ഐറ്റമാണ് കപ്പ ബിരിയാണി എന്നുള്ളത്. ഇത്രയും രുചിയുള്ള ബിരിയാണി 20 വർഷത്തിൽ കൂടുതലായിട്ട് വിളമ്പുന്ന ടേസ്റ്റി ഫുഡ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന ഒരു ആളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. പേര് അബ്ദുൾ റസാഖ് എന്നാണ്. 20 വർഷമായി കട തുടങ്ങി. മെയിനായിട്ട് ബിരിയാണി, മട്ടൻ കറി എല്ലാം മെയിൻ തന്നെയാണ്. കാര്യം ഒന്നിലും മായം എന്ന് പറയുന്ന സാധനമല്ല. കളറോ അജീനാമോട്ടോ അങ്ങനെ ഒന്ന് സോഡാപ്പൊടി കൊണ്ടുള്ള വേവിക്കലോ, വിറകിലാണ് കംപ്ലീറ്റ് സാധനം പാചകം ചെയ്യുന്നത്. നല്ല രീതിയിൽ ആൾക്കാർക്ക് സാധനം കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ്. എന്നെ സംബന്ധിച്ച് പാചകം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. 4 മണിക്ക് തുടങ്ങിയ വൈകുന്ന ഉച്ചയാകുമ്പോൾ 4 മണിക്ക് ഫ്രീ ആവും. ഇന്ന് പള്ളിയിൽ പോകുന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇത്തിരി നേരത്തെ ഒതുങ്ങി. ഇനിയിപ്പോൾ അടുത്ത് ബിരിയാണി വെക്കേണ്ട വന്നാൽ 2-3 പ്രാവശ്യം വെക്കേണ്ട ഒരു ദിവസം ബിരിയാണി. ഒറ്റ ട്രിപ്പ് വെച്ചല്ല കൊടുക്കുന്നത്, 3 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം വെക്കേണ്ടി വരുന്നുണ്ട്. രാത്രിയിലും ഒരു 9 മണി വരെ ബിരിയാണി കാണുന്ന കടയായത്. തീരുന്നതനുസരിച്ച് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി മാത്രമേ അതുണ്ടാവും. മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ രാവിലെ ഒറ്റ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെക്കില്ല. കടയിൽ നിന്ന് 2 ദോശയും സാമ്പാറും കഴിച്ചിട്ട് ഒരാൾ ചിരിച്ചും കൊണ്ടാണ് ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. പൈസ അല്ല വലുത്. ആഹാരത്തിൽ കള്ളം കാണിച്ച പണി കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. ബിരിയാണി ഐറ്റംസ് കഴിക്കാറുണ്ട്, പൊറോട്ട കഴിക്കാറുണ്ട്, പിന്നെ ഊണ് കഴിക്കാറുണ്ട്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി കഴിക്കുന്നു. നല്ല ബിരിയാണിയാണ്, കുഴപ്പമില്ല. എൻ്റെ പേര് വിഷ്ണു. സ്ഥിരമായി ഇടയ്ക്കൊക്കെ വന്ന് കഴിക്കാറുള്ള കടയാണ്. ബിരിയാണി നല്ല ടേസ്റ്റാണ്. ഞാൻ ബീഫ് ബിരിയാണിയാണ് കഴിക്കാറ്, ചിക്കനും കഴിച്ചിട്ടുണ്ട്. എല്ലാം ബിരിയാണി എല്ലാം നല്ല ടേസ്റ്റാണ്. മട്ടൻ ബിരിയാണി എനിക്ക് തമിഴ്നാടാണ്. ഞാൻ ഈ ലൊക്കാലിറ്റിയിൽ വരുമ്പോൾ ഇവിടെ വന്ന് ബിരിയാണി കഴിക്കുള്ളൂ. ഇതിനു മുമ്പ് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് നാലാമത്തെ പ്രാവശ്യമാണ്. മറ്റേ സ്ഥലത്തിൽ പോകുമ്പോൾ ഇത്രയും വലിപ്പത്തിൽ ബീഫ് ബിരിയാണി കിട്ടൂല. ഇവിടെയാണ് ബീഫ് ഇത്രയും വലിപ്പത്തിൽ കിട്ടണത്. മറ്റാണെങ്കിൽ ചെറിയ പീസാണ് കറി വെച്ച് അതിൻ്റെ അകത്ത് വെച്ച് തരുള്ളൂ. ഇവിടെ ആകുമ്പോൾ ദം ബിരിയാണിയാണ്. എനിക്ക് ബിരിയാണിയുടെ ഒത്തിരി കൂടുതലാണ് മോഹം ഇത് ബിരിയാണി കഴിക്കാൻ.
പക്ഷേ നമ്മൾ ഈ കല്യാണ വീട്ടിൽ പോയാലേ ഇങ്ങനെയുള്ളത്തെ ബിരിയാണി കഴിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഊണിന് വന്നപ്പോൾ എനിക്ക് അന്ന് ബിരിയാണി ഇവിടെ വന്ന് നോക്കും ബിരിയാണി കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ബിരിയാണി കഴിച്ചു. പിന്നീട് ഞാൻ ഇവിടെ വരുമ്പോൾ ഈ ബിരിയാണിയാണ് കഴിക്കുന്നത്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ബിരിയാണി. അങ്ങനെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ബിരിയാണി ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാല് സാധാരണ നമുക്ക് ബിരിയാണി കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതലാണ് ഇവിടെ. ടേസ്റ്റ് വൈസ് കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല സൂപ്പർ ബിരിയാണിയാണ്. അതിന്റെ കൂടെ തന്നെ ക്വാണ്ടിറ്റി കൂടെ കുറച്ച് ഹെവിയാണ്. ചിക്കൻ ബിരിയാണി 140 ആണ്, മട്ടൻ ബിരിയാണി 220 ആണ്. സാധാരണ റേറ്റ് ആണെങ്കിലും നമുക്ക് ക്വാണ്ടിറ്റി വൈസ് വരുമ്പോൾ കുറച്ച് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഒരു ബിരിയാണിക്ക് മേടിച്ച 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റുന്നതല്ല, അത്യാവശ്യം കഴിക്കാൻ പറ്റും. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടു റൈസ് കുറച്ച് എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്താണ് റൈസ് കുറച്ചെടുത്താൽ മതി എന്ന് പറയുന്നതിന്റെ കാരണം. പക്ഷെ ഞങ്ങൾ കഴിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൈമ റൈസ്, ചെറിയ റൈസ് ഉണ്ടല്ലോ, കൈമ റൈസ് നല്ല ക്വാളിറ്റിയുള്ള കൈമ റൈസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അപാരമാണ് കേട്ടോ. പിന്നെ കോഴിമുട്ടയുണ്ട്, കൂടെ നമുക്ക് സാലഡും അച്ചാറും ഒക്കെ ഉണ്ട്, പപ്പടവും ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ബിരിയാണി കഴിക്കാം. അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കാട്ടാക്കട കിള്ളിയിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. ടേസ്റ്റി ഫുഡ് എന്നാണ് കടയുടെ പേര്. ബിരിയാണി തന്നെയാണ് മെയിൻ ഐറ്റം. അപ്പോൾ അതിൻ്റെ കൂടെ ഊണ്, കപ്പ, പൊറോട്ട, ചിക്കൻ അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ബിരിയാണിയിലാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നതും നല്ല ഓതന്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ വന്ന് ബിരിയാണി കഴിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു സ്പോട്ടായിട്ട് കാണാം. ബൈ.